ട്രാൻസ്ഫോർമേഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. ഇന്നൊരു പക്ഷേ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ സെഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഇതിനുശേഷം ആളുകൾക്ക് ക്രിസ്മസും അവധികളും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് അടുത്ത 2 ആഴ്ച എല്ലാവരും ഫാമിലിയോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം ജാനുവരി 1 വീക്കെൻഡിൽ നമുക്ക് ദൈവം അനുവദിച്ചാൽ ഒന്നുകൂടെ കൂടി വരാം. എഫേസ്യ ലേഖനം ലേഖനങ്ങളിലെ രാജ്ഞിയായ എഫേസ്യ ലേഖനത്തിന്റെ 6ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 4ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ നോക്കുന്നത്. എഫേഷ്യൻസ് 4:1-6. ലിവിങ് എ ലൈഫ് വേർതി ഓഫ് ദ കോളിംഗ്. കർത്താവ് നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമായ വണ്ണം നടക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഹൗ ടു ലിവ് എ ലൈഫ് വേർതി ഓഫ് ദ കോളിംഗ്. ഈ എഫേസ്യ ലേഖനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള അധ്യായത്തിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എ ബിലീവേഴ്സ് പൊസിഷൻ. നമ്മൾ ആരാണെന്നും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്നും പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണെന്നും നമ്മുടെ ആ വലിയ പൊസിഷൻ നമ്മളത് മറക്കരുത്. നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ഇന്നും അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കി. അതിനുശേഷം സഭാ ഐക്യം, ദൈവമക്കൾ തമ്മിലുള്ള ഐക്യതയെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി. സുവിശേഷം എന്ന മർമ്മം, വേർപാടിൻ്റെ നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞ ദൈവത്തിൻ്റെ സുവിശേഷം, ഇതെല്ലാം നമ്മൾ നോക്കി. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ബിലീഫ് ആണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഇറ്റ്സ് ദ ബിഹേവിയർ. അത് നമ്മൾ പറഞ്ഞു. എപ്പോഴും പൗലോസിന്റെ ലേഖനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം ഡോക്ട്രിൻ, പിന്നെ ഡ്യൂട്ടി. ആദ്യം ബിലീഫ്, പിന്നെ ബിഹേവിയർ. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. ഒരു വിശ്വാസി ഈ ലോകത്തിൽ എങ്ങനെ നടക്കണം, യോഗ്യമാം വണ്ണം നടക്കണം, എങ്ങനെ നടക്കണം, അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്ന് ഒരുമിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഞാൻ ഇന്ന്. ഇനിയും അടുത്ത 2-3 സെഷൻസ്, 3 ഇനി വരുന്ന അവസാനം വരെ ഒരുപാട് പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്. യോഗ്യമാം വണ്ണം നടക്കുക എന്ന് പറയുന്നതിൻ്റെ 5 വ്യത്യസ്തമായ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കും. അത് കഴിയുമ്പോൾ ആണ് അടുത്ത സെഷൻസ് തൊട്ട് പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയുന്ന അനുഭവം. സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, പരിജ്ഞാനത്തിൽ നടക്കുക, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കുഞ്ഞുങ്ങളും അമ്മയപ്പന്മാരും തമ്മിലുള്ള ബന്ധം, യജമാനന്മാരും ദാസന്മാരും. അപ്പം നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ പേരൻറ്റിങ് എങ്ങനെ ആയിരിക്കണം, അതുപോലെ നമ്മുടെ വർക്ക് ലൈഫിൽ എങ്ങനെ ആയിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ പ്രായോഗികമായ പല കാര്യം, സബ്മിഷനെ കുറിച്ചൊക്കെ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും വരുന്ന സെഷൻസിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ 1 മുതൽ 3 വരെ ഒന്ന് പറയുന്ന ബിലീഫ്, 4 മുതൽ 6 വരെ ബിഹേവിയർ. സാൽവേഷൻ, രക്ഷ നമ്മുടെ ഉള്ളിൽ ചെയ്തതാണ് 1 മുതൽ 3 വരെ. നമ്മളൊന്നും ചെയ്തതല്ല, കർത്താവ് നമ്മളെ അവൻ്റെ സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തി വെച്ചിരിക്കുകയാണ്. 4 മുതൽ 6 വരെ ഈ രക്ഷ പുറത്തേക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കപ്പെടുന്നത്. 1 മുതൽ 3 വരെ ദൈവശാസ്ത്രം, ഡോക്ട്രിൻ. 4 മുതൽ 6 വരെ ഇസ് ദ ഡ്യൂട്ടി. വാട്ട് ആർ വി സേവ്ഡ് ബൈ, ഏതിനാൽ നാം രക്ഷിക്കപ്പെട്ടു, എന്തിനു വേണ്ടി രക്ഷിക്കപ്പെട്ടു, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. റിഡംഷൻ, കർത്താവ് നമ്മെ വീണ്ടെടുത്തത്, അതിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി. നമ്മുടെ ഡോക്ടറിന് നമ്മൾ ശരിയായി പഠിച്ചു, ഇനിയുള്ളതെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഈ 1 മുതൽ 3 വരെ ഉള്ള അധ്യായങ്ങളിൽ യേശു കർത്താവിൽ നമ്മൾ ആരാണ്? മുൻനിയമിക്കപ്പെട്ടവരാണ്. വി ആർ ഇലക്റ്റഡ്, വി ആർ അഡോപ്റ്റഡ്, വി ആർ റിഡീംഡ്, വി ആർ ഫൊർഗിവൺ ആൻഡ് മെയ്ഡ് നോൺ ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ. ഇത്രയും കാര്യങ്ങളാണ്, ഇത്ര വലിയ ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നാം മുൻനിയമിക്കപ്പെട്ടവരാണ്, നമ്മെ വീണ്ടെടുത്തവരാണ്, നമ്മെ ദത്തെടുത്തവരാണ്, നമ്മെ ക്ഷമിച്ചിരിക്കുകയാണ്, അവൻ്റെ ഹിതത്തിൻ്റെ രഹസ്യം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എന്താണ് ഇനി നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് നല്ലത് തന്നെ, പക്ഷെ വാട്ട് ഡസ് ഗോഡ് എക്സ്പെക്ട് ഔട്ട് ഓഫ് യു. എഫേസ്യ ലേഖനം 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ദ കോൾ ടു എ വർതി വാക്ക്, യോഗ്യമാം വണ്ണം നടക്കണം. ഇന്ന് പ്രിയമുള്ളവരെ,
ഏറ്റവും വലിയ ആവശ്യം ദൈവസഭയിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം. ക്രിസ്തു യേശുവിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രിസ്തു യേശുവിൽ നാം എങ്ങനെ നടക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. നിന്നെ വീണ്ടെടുത്തത്, എന്നെ വീണ്ടെടുത്തത് എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടിയല്ല. ഓക്കെ, വീണ്ടെടുത്തു, ക്ഷമിച്ചു, കഴുകി, പുത്രത്വത്തിന്റെ അവകാശം തന്നു, ഇതെല്ലാം തന്നത് എന്നാ പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറയാൻ വേണ്ടിയല്ല. വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്നാ? നമ്മുടെ സംസാരവും നടപ്പും തമ്മിലുള്ള മിസ്മാച്ച്, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും തമ്മിലുള്ള മിസ്മാച്ച്. ഇതാണ് ഏറ്റവും വലിയ വൈവിധ്യം. ദാറ്റ് ഇസ് വൈ ദി അൺബിലീവിംഗ് വേൾഡ് ഇസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബിലീവ്. അല്ലേ? അവർക്ക് വിശ്വസിക്കാൻ പ്രയാസം എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള വലിയ വൈവിധ്യം, അതാണ് പ്രശ്നം. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് ഒരു വിശ്വാസിയുടെ പൊസിഷൻ എന്താണെന്നും ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണെന്നും ഒരു ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓണേഴ്സ് ആൻഡ് പ്രിവിലേജസ് എന്താണെന്നൊക്കെ ഉള്ളതെല്ലാം പറഞ്ഞു തന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പൗലോസ് വീണ്ടും പറയാണ്, ഞാൻ എന്തോ പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. പിന്നെയും പറയാണ്, ഞാനൊരു ബദ്ധനാണ്. ഐ എം എ പ്രിസണർ ഓഫ് ദ ലോർഡ് ജീസസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, പോൾ ഓൾവേസ് ലുക്ക്ഡ് അറ്റ് എവറിത്തിങ് വെർട്ടിക്കലി ബിഫോർ ഹി സോ തിങ്സ് ഹൊറിസോണ്ടലി. കർത്താവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിൽ എങ്ങനെയുള്ള കാഴ്ചപ്പാട്, അത് ആ കാഴ്ചപ്പാട് എന്നും പൗലോസ് ശരിയാക്കിയത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കാണാൻ വ്യക്തമായി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് യുവർ, ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് യുവർ സർക്കംസ്റ്റാൻസ് ദാൻ ദ സർക്കംസ്റ്റാൻസ് ദംസെൽവ്സ്. അല്ലേ? നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ കാണുന്നതിനെക്കാട്ടിലും ആ സാഹചര്യത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുക്രിസ്തുവിന്റെ ബദ്ധൻ എന്ന് പൗലോസ് പറയുന്നത്. ഹി ലുക്സ് അറ്റ് ഹിംസെൽഫ് വിത്ത് ലോട്ട് ഓഫ്. പിന്നെ ഈ വിളി എന്താണ്? യോഗ്യമാം വണ്ണം വിളി. ഈ വിളി എന്താ? എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇതൊരു സ്വർഗീയ വിളിയാണ്. അല്ലേ? സ്വർഗീയ വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവനാ നമ്മൾ. സ്വർഗീയ വിളി, ഇറ്റ്സ് എ ഹെവൻലി കോളിംഗ്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ്സ് എ ഹോളി കോൾ. ഇതൊരു വിശുദ്ധമായ വിളിയാണ്. 2 തിമോത്തിയോസ് 1:9. ഇത് ഉന്നതമായ, ഇറ്റ്സ് എ ഹയർ കോളിംഗ്. അപ്പോൾ ഈ വിളി എന്ന് പറയുന്നത് ചുമ്മാ ഒരു വിളിയല്ല. എടാ ഇങ്ങോട്ട് വന്നേടാ എന്ന് പറയുന്ന ചെറിയൊരു വിളിയല്ല. മരിച്ചവരിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച വിളിയാണ്. ലാസറെ പുറത്തിറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവനാണ് പുറത്തു വന്നത്. അങ്ങനെ ആത്മീയമായി മരിച്ച എന്നെയും നിങ്ങളെയും കർത്താവ് സ്വർഗീയമായ വിളിയാൽ വിളിച്ചിരിക്കുക. ആ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെങ്കിൽ ഈ 2024 അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിളി ഒന്ന് ക്രമീകരിക്കാൻ, ഈ വിളിക്കനുസരിച്ച് നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള 5 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വലിയ ആഴമേറിയ ക്രിസ്തീയ സത്യങ്ങളും പൊരുളുകളും ഒന്നുമില്ല. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനുള്ള 5 കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. നമുക്കതിനെ ഓരോന്നായിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കി ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റഡി നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വിഷയം എന്താണ് പറയുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം എന്താണ് പറയുന്നത്? 1, പൂർണ്ണ വിനയത്തോട്. യു ഹാവ് ടു വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. ഒന്നാമത്തെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വാക്കിംഗ് ഇൻ ഹ്യൂമിലിറ്റി. ഈ താഴ്മ എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് പദം, ഈ ഗ്രീക്ക് പദം വരുന്നത് ടെപ്പിയാനോ ഫ്രോസിനെ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറയാനുള്ള കാരണം ഞാൻ പറയാം. ഈ ഗ്രീക്ക് പദം, അത് ഗ്രീക്ക് പദമാണല്ലോ ഞാൻ പറഞ്ഞത്. ഗ്രീക്സിനും റോമാക്കാർക്കും ഇങ്ങനൊരു വാക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അവരുടെ വൊക്കാബുലറിയിൽ താഴ്മയ്ക്കൊരു വാക്ക് അവർക്കില്ലായിരുന്നു. ഈ വാക്ക് കൊടുത്തത് ദ ഏർലി ക്രിസ്ത്യൻസ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവരുടെ കൾച്ചറിൽ ഇങ്ങനൊരു വാക്ക് പോലും ഇല്ലായിരുന്നു. ഞാൻ പറയാനുള്ള കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്കിന് പോലും പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന വാക്കിന് പ്രസക്തിയില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന് ഏറ്റവും പ്രസക്തിയുള്ള വിഷയമാണ് താഴ്മ. എന്തുകൊണ്ടാ? നമ്മുടെ കർത്താവ് കാണിച്ച ഏറ്റവും വലിയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴ്മ. ഇന്ന് ലോകം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ദ വേൾഡ് എക്സോൾട്സ് പ്രൈഡ് ആൻഡ് പീപ്പിൾ. അല്ലേ? അവരുടെ ജോലിയെക്കുറിച്ച് അവർ പ്രൗഡാണ്, കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രൗഡാണ്, അവർ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ പ്രൗഡാണ്. ആൻഡ് ദേ ഓൾവേസ് മിസ്റ്റേക്ക് ഹ്യൂമിലിറ്റി ഫോർ വീക്ക്നെസ്. ഇപ്പം ഈ ഷോർട്സും റീൽസും ഒക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ ഷോർട്സും റീൽസും ഒക്കെ ഞാനൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഷോർട്സും റീൽസും നിങ്ങൾ കാണാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
എങ്ങനെയാണ് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുത്തൻ കാറ് തുറന്നിട്ട് ഇറങ്ങി വരുന്നത്, അത് സിനിമാ താരമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന ഒരുത്തനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നേടി അത് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇതിനെല്ലാം തീം ആയിട്ടുള്ള ചില ഹുക്ക് സോങ്സ് ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് പറഞ്ഞാൽ ഞാനത് നേടിയെടുത്തു. അപ്പോൾ അവൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അല്ലെ അവന് സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എല്ലാത്തിനും ഇറ്റ് എക്സോൾട്ട്സ് പ്രൈഡ്. ഞാനത് ചെയ്തെടുത്തു, ഞാനിത് എടുത്തു വന്നു, എനിക്കിതാണ്. ഈ ലോകത്തിന്റെ പ്രത്യേകത, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് എക്സോൾട്ടിങ് പ്രൈഡ്. ആ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും, ആ ഡ്രസ്സിങ് ആണെങ്കിലും, ആ നടപ്പാണെങ്കിലും, ഇറ്റ്സ് ഓൾ അബൌട്ട് ഷോ കേസിങ് പ്രൈഡ്. ഞാനിത് ചെയ്ത് കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കും, ഞാൻ ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി, അല്ലെ. സി, ദർ ഇസ് എ പ്ലേസ് ഫോർ അക്നോളജിങ് അക്കംപ്ലിഷ്മെന്റ്സ്. അതെല്ലാം നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കാര്യങ്ങളെ. അപ്പോൾ എളിമ, അതായത് എന്തെങ്കിലും ഈ താഴ്മയോടെ നിൽക്കുന്നവരെ, ദേ ഓൾവേസ് മിസ്റ്റേക്ക് ദം ഫോർ വീക്ക് പീപ്പിൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാൽ ഒരു കമ്പനിയിൽ നമ്മളൊന്ന് ഇച്ചിരി മാറി നിന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വീക്കാ, നിങ്ങൾക്ക് അതങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ. അത് ലോകത്തിന്, കാരണം ദ വേൾഡ് സിസ്റ്റം ഇസ് ഓൾവേസ് അഗൈൻസ്റ്റ് ദ വാല്യൂസ് ഓഫ് അവർ ലോഡ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് ഇവന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ എളിമയോടെ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ, ദേ വിൽ ലുക്ക് അറ്റ് യു ആസ് വീക്ക് പീപ്പിൾ. അതൊരു പ്രത്യേകത, ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെങ്കിൽ ഒരു ദൈവത്തിന്റെ മകള് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവന്റെ ജീവിതത്തിൽ അഹങ്കാരം കേറിക്കൂടാ. അഹങ്കാരം കേറിക്കൂടാ. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യ പാപം എന്ന് പറയുന്നത് ആപ്പിള് കഴിച്ചതല്ല. പിന്നെന്താണ് ആദ്യത്തെ പാപം? ആദ്യത്തെ പാപം ലൂസിഫറിന്റെ അഹങ്കാരം. ഞാൻ ദൈവത്തെക്കാൾ വലിയവനാകും എന്നുള്ള അഹങ്കാരം. ഐ ഓൾവേസ് പ്ലേസിങ് മീ ബിഫോർ ഗോഡ്. അതെപ്പോഴും ഓർത്തോണം. ആദ്യത്തെ പാപം, സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കിക്കളഞ്ഞ പാപമാണ് അഹങ്കാരം. പ്രോവർബ്സ് 16:18, സദൃശവാക്യങ്ങൾ 16:18, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഇത് ദൈവത്തിന്റെ വലിയ പ്രമാണമാണ്. നാശത്തിന്റെ മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഈ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴേ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യമാണ് ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ്, അല്ലേ? നിങ്ങൾ കാണുമല്ലോ, ദൈവം ഗർവികളെ വെറുക്കുന്നുണ്ട്. ഒരു മദ്യപാനിയെ വെറുക്കുന്നു എന്നുള്ള വാക്യം കാണിച്ചു തരാമോ? കാണിക്കാവോ? വ്യഭിചാരിയെ ദൈവം വെറുക്കുന്നു എന്നുള്ള വാക്യം കാണിച്ചു തരാമോ? കാണിച്ചു തരാനൊക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? അവൻ ഗർവിയെ, അവൻ ചെറുത്ത് നിൽക്കുന്നു. ഹി റെസിസ്റ്റ് ദ പ്രൗഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ, there is one sin that God hates the most and it is pride. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിനോട് ചേർന്ന് പറയാം. ഈ 5 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കൂട്ടം കാര്യങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് ഒക്കെ ഇനിയും വരുന്നുണ്ട്, ഇനിയും പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെങ്കിൽ പൗലോസ് നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ വിളി യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തുവാണെന്നറിയാമോ? ഈ 5 കാര്യങ്ങളും ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗിഫ്റ്റ്, ഇറ്റ് ഈസ് ടു ഡു വിത്ത് ദ ഫ്രൂട്ട്. നമ്മുടെ നടപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഗിഫ്റ്റിങ്ങിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്ന ആളുകൾക്ക് പ്രൈഡ് പെട്ടെന്ന് വരും. ഈ ലൂസിഫറിനെ പോലെ ഗിഫ്റ്റിംഗ് ഉള്ള വേറൊരുത്തൻ ഇല്ലായിരുന്നു, അറിയോ? അവിടുത്തെ വേർഷിപ്പ് ലീഡർ ആയിരുന്നു, സ്വർഗത്തിലെ വേർഷിപ്പ് ലീഡർ. ഇതുപോലെ ഗിഫ്റ്റിംഗ്, അവന്റെ ചിറകുകൾക്കകത്തായിരുന്നു സംഗീതം. ഈ ഗിഫ്റ്റിങ്ങിനകത്ത് ഫോക്കസ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം ഉയർന്നു വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഗിഫ്റ്റിംഗ് വേണ്ടെന്നല്ല, ദൈവം ഗിഫ്റ്റിംഗ് തരുന്നത് സഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയാണ്. God gives for the edification of the church. ഒരിക്കലും അല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് തരുന്ന കൃപാവരങ്ങൾക്കായിട്ട് സ്തോത്രം. പക്ഷെ കൃപാവരങ്ങളിലാണ് നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനമെങ്കിൽ it will always lead to pride and not to humility, because I will always look at me before I look at God. അതാണ് ഇന്ന് പറ്റുന്നത്. എന്നാൽ നാശത്തിന് മുമ്പേ ഗർവം. ഇത് വളരെ വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ താഴ്മ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. At the root of every sin there is pride, and at the root of every virtue there is humility. എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. എല്ലാ പാപത്തിൻ്റെയും. ഏത് പാപം എടുത്തു നോക്കിയോ,
ബേസിക്കലി ഐ എം പുട്ടിങ് മൈസെൽഫ് ബിഫോർ ഗോഡ്. ഐ എം ചൂസിങ് മൈ പാഷൻ അബവ് ഗോഡ്. എനിക്കിഷ്ടമുള്ളത് ദൈവത്തിന് മുമ്പ്. ഐ ചൂസ് മൈസെൽഫ് ബിഫോർ ഗോഡ്. അതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ എല്ലാ വെർച്യൂ, എവറി വെർച്യൂ ഹാസ് ഇറ്റ്സ് റൂട്ട് ഇൻ ഹ്യൂമിലിറ്റി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അഹന്ത വന്നുകൂടാത്ത വിധത്തിൽ ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ കൊടുമുടിയിൽ, അറ്റ് ദ പീക്ക് ഓഫ് ഹിസ് മിനിസ്ട്രി, എന്താ പറഞ്ഞെന്നറിയോ? ഞാനോ കുറയണം, അവനോ വളരണം. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല. ഇതാണ് യഥാർത്ഥ ഒരു സുവിശേഷകൻ, ഒരു വിശ്വാസി, ഒരു ശുശ്രൂഷകന്റെ മാർക്ക്. ട്രൂ ഹ്യൂമിലിറ്റി, നോട്ട് ഫാൾസ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി നമുക്ക് നടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലേ? എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു, ഭവ്യതയോടെ നിൽക്കുന്നു, വണങ്ങുന്നു, മുണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു അതൊക്കെ ചെയ്യാം. അതൊക്കെ നല്ല ജെസ്റ്റേഴ്സ് ആണ്. പക്ഷെ അതൊന്നും ഹ്യൂമിലിറ്റി ഓഫ് ദ ഹാർട്ടിനെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മൾ നടക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാത്തു സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡി സിസ്റ്റമാറ്റിക്കായിട്ട് കേൾക്കുന്നവർക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഒരു സഹോദരി എന്നെ തിരുത്തിയ വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് നിങ്ങൾ ഓർക്കുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ അങ്ങനെ തിരുത്താൻ നമുക്ക് ഒരു ഫോൺ കോൾ ചെയ്ത ആ സഹോദരിയെ ഓർത്ത് ഞാൻ ഇന്നും ഈവൻ ടുഡേ ഞാൻ കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്തു. കാരണം സെൽഫ് അവെയർ ആകത്തില്ല ചിലപ്പോൾ. നമ്മൾ അഹങ്കാരം കയറി കഴിയുമ്പോൾ നമ്മൾ അറിയത്തില്ല, അഹന്ത കയറി കഴിയുമ്പോൾ നമ്മൾ അറിയത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഈ ഹ്യൂമിലിറ്റി പോലെ നമ്മളെ ദൈവസന്നിധിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. അഹന്ത കയറിപ്പോയോ പ്രിയമുള്ളവരെ, നാട്ടിൽ പറഞ്ഞാൽ നാട്ടുഭാഷ പറഞ്ഞാൽ അടി പാഴ്സൽ എന്ന് പറയത്തില്ലേ? ഈ നെബുക്കദ്നേസർ നല്ലൊരു രാജാവായിരുന്നു. ഹി വാസ് എ വെരി വെൽ അക്കംപ്ലിഷ്ഡ് കിങ്. പെട്ടെന്ന് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ എന്നൊന്ന് പറഞ്ഞു. എന്താ വാക്യം പറയുന്നറിയോ? അവന്റെ വായിൽ നിന്ന് ആ വാക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, ഈവൻ ബിഫോർ ദ വേർഡ്സ് കുഡ് ലീവ് ഹിസ് മൗത്ത്, അവൻ മൃഗത്തെ പോലെ ആയിത്തീർന്നു. ഇത് തന്നെയല്ലോ ഹെരോദാവിന് സംഭവിച്ചത്. നമ്മളത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കി. മിന്നുന്ന വസ്ത്രങ്ങളൊക്കെ നിന്ന് സോരനും സീതോൻ ദേശത്തുകാരെയൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇത് ദൈവദൂതൻ, ദൈവത്തിന്റെ ശബ്ദമാണ്, ഇത് മനുഷ്യന്റെ ശബ്ദമല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കായ കൊണ്ട് ഒറ്റയടി. അപ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ് താഴ്മയോടെ ദൈവസന്നിധിയിൽ താഴ്മയോടെ. അപ്പോൾ ഈ താഴ്മ വരണമെങ്കിലേ ക്രൂശിലേക്ക് നോക്കണം. ഒരു യോഗ്യതയില്ലാത്ത നമ്മളെയാണ് കർത്താവ് വിടുവിച്ചത്. പുകഴാൻ ഒന്നുമില്ല എന്നുള്ളത് കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കണം. അത് നമ്മൾ എന്നും ക്രൂശിനെ ധ്യാനിക്കണം. കൃപാവരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ പ്രിയമുള്ളവരെ, ഗർവം കയറും, അഹങ്കാരം കയറും. ഇഫ് യു ഫോക്കസ് ഓൺ യുവർ ഗിഫ്റ്റിംഗ് യു വിൽ ബിക്കം പ്രൗഡ്. ഫോക്കസ് ഓൺ ദ ക്രോസ്, ഇറ്റ് വിൽ ലീഡ് ടു ഹ്യൂമിലിറ്റി. എന്നും ഇത് ഓർത്തുകൊള്ളണം. കാരണം അഹങ്കാരം ജീവിതത്തിൽ വന്നു കയറി കഴിഞ്ഞാൽ പിന്നെ ഗോഡ് കനോട്ട് ഡീൽ വിത്ത് യു. ഗോഡ് കനോട്ട് ഫെലോഷിപ്പ് വിത്ത് യു. ഈ പൗലോസിന്റെ തന്നെ ജീവിതത്തിന്റെ പ്രോഗ്രസ്, മെച്ചോറിറ്റി നമ്മൾ ഓർക്കും. പൗലോസിന്റെ ജീവിതത്തിന്റെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു? പ്രോഗ്രസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവന്റെ ആ എല്ലാ കാര്യത്തിലും എളിമ തെളിഞ്ഞു വരാം. ഉദാഹരണം ഞാൻ പറയാം. ആദ്യം പൗലോസ് എന്താ പറയുന്നത്? എനിക്കൊരു മനുഷ്യനെ അറിയാം, അവൻ 3-ാം സ്വർഗത്തിലേക്ക് കയറിപ്പോയതിന് ചില കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൗലോസ് വലിയ വീം പഠിക്കുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് എന്നാ പറയുന്നത്? ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനാണ്, 8-ാം നാൾ പരിച്ഛേദന കഴിച്ചവനാണ്, പരീശനാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും ഇല്ല, ഞാൻ ഏതുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം വരുമ്പോ പൗലോസ് എന്നാ പറയുന്നറിയോ? യേശു കർത്താവ് പാപികളെ രക്ഷിക്കാൻ വന്നു, ആ പാപികളെ ഒന്നാമൻ ഞാൻ. See, that is how you mature in the Lord. എന്നാൽ ഇന്ന് നമ്മളെങ്ങനെ നേരെ തിരിച്ചാ പ്രോഗ്രസ്. എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ സാക്ഷിയൊക്കെ പറയുമ്പോൾ പറയും, ഞാനൊരു പാപിയായിരുന്നു, കർത്താവിന്റെ വലിയ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഒരു 5-8 മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല, വേറെ തലത്തിലാണ് ശുശ്രൂഷിക്കുന്നതെന്ന് പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുള്ളിയോട് അടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം പുള്ളി അങ്ങ് വേറെ ലെവലിലേക്ക് കയറി കഴിഞ്ഞു. നിങ്ങളുടെ സീസൺ മാറി, എൻ്റെ സീസൺ മാറി, സകലതും മാറി, വേറെ പിന്നെ ഇവരും തമ്മിൽ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത ലെവലിൽ അങ്ങ് ഉയർന്നു. ഹ്യൂമിലിറ്റി, ദ മോർ വി ഗെറ്റ് ക്ലോസർ ടു ക്രൈസ്റ്റ്, ഇറ്റ് ഷുഡ് ലീഡ് ടു മോർ ഹ്യൂമിലിറ്റി. കർത്താവെ എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? എനിക്കറിഞ്ഞുകൂടാ. എന്തിനാ കർത്താവെ എന്നെ വീണ്ടെടുത്തത്? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്തിട്ടാ കർത്താവെ ഞാൻ നിന്റെ മുമ്പിൽ എനിക്ക് യോഗ്യത? ഒന്നുമില്ല കർത്താവെ. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഓരോന്ന് നേടിയെടുക്കുമ്പോൾ അവസാനം വന്ന് നിൽക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ ഈ പാപികളിൽ ഒന്നാമനാണെന്നുള്ള ആ ബോധ്യം. സോ ഹ്യൂമിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് ലുക്ക് ടു ദ ക്രോസ്. ഡു നോട്ട് ഫോക്കസ് ഓൺ
യുവർ ഗിഫ്റ്റിംഗ്. പത്രോസിന്റെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? പത്രോസ് ആദ്യം പറഞ്ഞു, ആരൊക്കെ പോയാലും കർത്താവെ ഞാൻ പറയാണ്, ഈ പത്രോസ് ഉണ്ടല്ലോ നിന്നെ ഇട്ടേച്ച് പോകത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് അഹങ്കാരമാ, നിന്റെ ഈ അകത്തെ ഈ അഹം പൊട്ടണം, ഇത് പൊട്ടാതെ നിന്നെയും കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. എന്നിട്ട് അവസാനം കർത്താവിനെ കാണുമ്പോൾ എന്താ പറയുന്നത്? എന്നെ വിട്ട് ഓടിപ്പോ, ഞാൻ പാപിയായ മനുഷ്യൻ. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് കർത്താവിന് പത്രോസിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് വരെ കർത്താവെ നീ സകലവും അറിയുന്നു. പത്രോസ് ഓർത്ത് പത്രോസിന് നിൽക്കാൻ പറ്റും. പത്രോസ് എന്നാ കർത്താവ് പറഞ്ഞല്ലോ, പത്രോസിന് എന്റെ പത്രാസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. ആരാണ്ട് ഇപ്പോഴും പറഞ്ഞു, പത്രോസെ നിന്റെ പത്രാസ് ഒന്നും എൻ്റെ അടുക്കെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നിന്റെ മേലെ എനിക്ക് സഭയെ പണിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഴയ നിയമം നോക്കിയോ പുതിയ നിയമം നോക്കിയോ, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് വിനയം, രണ്ടാമത്തെ വിശുദ്ധി. ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ്. നിങ്ങൾ ഈ എന്നാൽ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും പ്രസംഗിക്കപ്പെടത്തില്ല. ഹ്യൂമിലിറ്റി ആൻഡ് ഹോളി, ബാക്കി എല്ലാ വിഷയങ്ങളും പ്രസംഗിക്കും. ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ് ഇതിനെക്കുറിച്ച് ആർക്കും പ്രസംഗിക്കേണ്ട വിഷയം. പക്ഷേ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നത് ഈ ഈ ജീവിതത്തിൽ താഴ്മ ഉണ്ടാകണം. ഈ താഴ്മ ഉണ്ടായി കഴിയുമ്പോഴാണ് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഫെലോ ബിലീവേഴ്സിനോടും രക്ഷിക്കപ്പെടാത്തവരോടും നമ്മുടെ മനോഭാവത്തെ തീരുമാനിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള താഴ്മയാണ്. താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പാട്ട് പാടുന്നവരെ, ഈ പ്രാവശ്യം നിങ്ങളെ കൊയറി കയറ്റിയില്ലെന്ന് വിചാരിച്ചോ, നിങ്ങളെ കൊയറി കയറ്റിയില്ല. അടുത്ത പ്രാവശ്യം വേറൊരു കൊയർ മാസ്റ്റർ വന്നിട്ട് പറയാം, നിങ്ങൾ ഈ പ്രാവശ്യം പാടണം കേട്ടോ. അപ്പം നിങ്ങൾ എന്നാ പറയും? ഞാനില്ല. അതെന്താ ഇല്ലാത്തെ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇല്ല. അല്ലേ പറയും, ഞാൻ വരാം, പക്ഷെ ഇന്ന ആൾ വന്ന് എന്നോട് ക്ഷമ ചോദിക്കണം, അപ്പോൾ ഞാൻ വരാം. ഇന്ന ആൾ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ എന്നാ? അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം. അതാണ് അതിൻ്റെ അർത്ഥം. അല്ല, അതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ക്രൂശേ കിടന്ന കർത്താവേ, ഇവൻ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചിട്ട് ഞാൻ ക്ഷമിക്കാമെന്നാണോ പറഞ്ഞത്? ഇവര് ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് കർത്താവേ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ഹ്യൂമിലിറ്റി. എന്നാൽ നമ്മളിതെല്ലാം തിരിച്ചു വെച്ചിരിക്കുക. അവൻ വരുന്നേ അവൻ വരട്ടെ. ഭർത്താവ് ഭാര്യയോട് പറയും, അവള് വരുന്നേ അവള് വരട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുക. ദാറ്റ് ഈസ് നോട്ട് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി ഈസ് യു മേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചില്ലല്ലേ, കുഴപ്പമില്ല, ഈ പ്രാവശ്യം വിളിച്ചു, ഞാൻ വരാം. ദാറ്റ് ഈസ് ഹ്യൂമിലിറ്റി. അതാണ് എളിമ. അപ്പം ഞാൻ ഇല്ല എന്ന് പറയുന്നതല്ല എളിമ. ഞാനല്ല, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഐ എന്നുള്ളതാണ്. ഐ വിൽ നോട്ട് എന്നുള്ളതല്ല, ഇറ്റ്സ് നോട്ട് ഐ. അപ്പോൾ ഈ എളിമ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരുപാട് ഈ 2024 അവസാനത്തിൽ കർത്താവിനോട് പറയണം, കർത്താവെ ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. വി വോണ്ട് ബി ഹംബിൾ ബിഫോർ യു. തന്നതല്ലാതെ ഒന്നുമില്ല, അങ്ങ് നൽകിയതല്ലാതെ ഒന്നുമില്ല. സോ ലെറ്റ് us കം ബിഫോർ വിത്ത് ഹ്യൂമിലിറ്റി. എവിടെ താഴ്മയുണ്ട്? ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഈ അവിശ്വാസികളായ ആളുകളുടെ ഇടയിലും താഴ്മയുള്ളവരുണ്ട്. മീൻസ് ബിക്കോസ് ദേ ആർ റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് അവരുടെ ആ ലോലി സ്പിരിറ്റ്, ദൈവം ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ വേറെ തലത്തിലാണ്. ഞാനത് ഒരുപാട് എൻ്റെ ജീവിതം കൊണ്ട് കണ്ടതുകൊണ്ട് പറയാം. സി, ഗോഡ്സ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് വിനയത്തോടെ നടക്കുന്നവനെ ദൈവം കടാക്ഷിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഹ്യൂമിലിറ്റി. രണ്ട്, ജെന്റിൽനെസ്. അപ്പോൾ ഒന്ന്, പൂർണ്ണ വിനയത്തോടെ നടക്കണം. രണ്ട്, സൗമ്യതയോടെ നടക്കണം. സൗമ്യതയോടെ നടക്കണം. താഴ്മ, അതായത് ഹ്യൂമിലിറ്റി വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് ജെന്റിൽനെസ്. അപ്പോൾ ഈ ജെന്റിൽ അല്ലാത്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ താഴ്മ കുറവാണ് എന്നുള്ളത് വേണേൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആത്മാവിന്റെ ഫലം. ഇതും വരങ്ങളെക്കുറിച്ചേ അല്ല, ഇതും ആത്മാവിന്റെ ഫലമാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, അതിലെ ഒന്നാണ് ജെന്റിൽനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാൻഡേറ്ററി. എവ്രി ബിലീവർ ഷുഡ് ഹാവ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ എപ്പോഴും പറയും, ദ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് ആർ ഓപ്ഷണൽ, ദ ഫ്രൂട്ട് ഈസ് മാൻഡേറ്ററി. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു നമുക്ക് ഇത് ഉണ്ടായേ പറ്റത്തുള്ളൂ. ജെന്റിൽനെസ് ഇസ് പവർ അണ്ടർ കൺട്രോൾ. പവർ അണ്ടർ കൺട്രോൾ. ഞാൻ മുമ്പേ പറഞ്ഞു, ലോകം ഇതിനെ വീക്ക്നെസ് ആയിട്ടൊക്കെ കാണും. പക്ഷെ ജെന്റിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് പവർ അണ്ടർ കൺട്രോൾ. ലൈക്ക് എ ഹോഴ്സ് വിച്ച് ഇസ് വില്ലിംഗ് ടു റൺ അറ്റ് ദ മാസ്റ്റേഴ്സ് കമാൻഡ്. ഈ കുതിരയ്ക്ക് എന്തുമാത്രം ശക്തി ഉണ്ടെന്ന്. പക്ഷെ കുതിര ചുമ്മാ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെയാണ്? വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ വാലൊക്കെ ആട്ടി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും.
എന്നാൽ യജമാനൻ അവന്റെ ആ മാസ്റ്റർ പറയാണ് കുതിച്ച് ചാടെന്ന് പറയുമ്പോൾ ഫുൾ പവർ ആണ് ഉള്ളത്. പവർ കുറവായിട്ടല്ല, പക്ഷേ ദ പവർ ഇസ് അണ്ടർ കൺട്രോൾ. അപ്പോൾ ജെന്റിൽനെസ് അല്ലെങ്കിൽ മീക്നെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയെ റിസ്ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ജീസസ് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ എന്നാ യേശു കർത്താവ് പറഞ്ഞേ? യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 11:29 പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിന് പറയാം, എനിക്ക് താഴ്മയും സൗമ്യതയും ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പഠിക്കണം. യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ കർത്താവ് പറയാ, ഞാനൊന്ന് ചിന്തിച്ചാൽ മതി, ഒരു ലഗ്യോൻ ദൂതന്മാർ വന്ന് നിന്നെ എല്ലാം തകർത്ത് കളഞ്ഞാൽ. അപ്പൊ കർത്താവിന് പവർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ പവർ വാസ് അണ്ടർ ദ റെസ്ട്രിക്ഷൻ. ഇറ്റ് വാസ് റിസ്ട്രെയിൻഡ്. ഇറ്റ് ഇസ് റിസ്ട്രെയിൻഡ്. ദാവീദ് ഷിമ്മേ എന്ന് പറയുന്ന ഒരുത്തൻ അവനെ അതും ഇതും എല്ലാം പറഞ്ഞ് അവനെ കല്ലെറിയാൻ ശ്രമിച്ചു. ഒന്ന് നോക്കിയേ, അപ്പൊ എന്താ അവന്റെ കൂടെ നിന്നവർ പറഞ്ഞെന്നറിയോ? ദിസ് ഡോഗ് ഇസ് ത്രോയിങ് സ്റ്റോൺസ്. അങ്ങനത്തെ ഒരു ഭാഷയാണ് ഉപയോഗിച്ചത്. ഈ ചുമ്മാ എന്താ പറയണ്ടേ, വണ്ടിയെ പോകുമ്പോൾ ഈ നായ്ക്കൾ വന്ന് കുരയ്ക്കുന്നത് പോലെ ഒരുത്തൻ വന്ന് രാജാവിനോട്, അന്നത്തെ ഏറ്റവും പവർഫുൾ കിങ്ങിനോടാ വന്ന് കല്ലെറിയത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ദാവീദിനെ പോലെ വലിയ രാജാവ് നടക്കുമ്പോൾ ഒരുത്തൻ കിടന്ന് കല്ലെറിയ. ദാവീദ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ദാവീദ് ചിന്തിക്കുന്നതിന് മുമ്പ് അവന്റെ തല വെട്ടാൻ വേണ്ടി കൂടെ നിൽക്കുന്നവർ നിൽക്കുക. പക്ഷെ ദാവീദ് പറഞ്ഞു, വേണ്ട, അവനെ വിട്ടേക്ക്. ദാറ്റ് ഇസ് ജെന്റിൽനെസ്. ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടി, പക്ഷെ ചെയ്തില്ല. ദാറ്റ് ഇസ് ജെന്റിൽനെസ്, ദാറ്റ് ഇസ് മീക്നെസ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കുവേ, ഈ ചിലര് വിശ്വാസികള് വന്ന് ഈ യൂട്യൂബിലൊക്കെ പറയും, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതൊന്നും ജെന്റിൽനെസ് അല്ല. അത് നമ്മുടെ പഴയ മനുഷ്യനല്ലേ. ദാറ്റ് ഇസ് ആർ ഓൾഡ് മാൻ. നോ, ദാറ്റ് ഇസ് ദ ഓൾഡ് ചെറി. അത് കർത്താവിനുള്ള പുതിയ മനുഷ്യനല്ല. ദാറ്റ് ഇസ് ദ ഓൾഡ് ചെറി. അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും, ശരിയാണ്. പക്ഷെ ആ പൊങ്ങി വരുമ്പോൾ അതിനെ റിസ്ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നടപ്പ്. യോഗ്യമാം വണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ശരിയാണ്, ചിലപ്പോൾ ചിലർ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ദേഷ്യം വരും, ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതിനെ റിസ്ട്രെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് ജെന്റിൽനെസ്. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയാമോ? നമുക്ക് ചെയ്യാൻ കഴിയും, അതല്ല. ദാറ്റ് ഇസ് നോട്ട് ജെന്റിൽനെസ്. മോശയെ കുറിച്ച് പറഞ്ഞ എന്നാന്നറിയോ? ഈ ലോകത്തിൽ ജീവിച്ച ഹി വാസ് ദ മീക്കസ്റ്റ് മാൻ ദാറ്റ് ലിവ്ഡ് ഓൺ എർത്ത്. അതുകൊണ്ടാണ് മോശയ്ക്ക് ദൈവത്തിന്റെ ശോഭ, അവന്റെ തേജസ് കാണാൻ ദൈവം ഭാഗ്യം കൊടുത്ത്. കാരണം എന്നാ? താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നവനാ ദൈവം. ഗോഡ് ഓൾവേസ് ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. നിങ്ങൾ ചിന്തിച്ചോണം, ഈ മോശ ആരാന്നറിയോ? മോശ ഒരു വടി കൊണ്ട് ഫറവോനെയും സൈന്യത്തെ മുട്ടുകുത്തിച്ചവനാ. അറിയാമോ മോശ? ഒരു വടി കൊണ്ട്. ഈ പുള്ളിയോടാണ് തൻ്റെ ഓൺ ഇസ്രായേൽ മക്കൾ, അതായത് അടിമത്തത്തിൽ കിടന്ന ഈ പുള്ളികളെ എല്ലാം വിടിവിച്ച് കൊണ്ടുവന്ന് അവർക്ക് കാടപ്പക്ഷിയും മന്നായും വെള്ളവും കൊടുത്ത് ചെങ്കടലിലൂടെ അവരെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ പുള്ളികളെല്ലാം പുള്ളിയുടെ അടുക്ക് ചെന്ന് മോശയോട് പിറുപിറുക്കുക. ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയാം. അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് തന്നെ പറയാം മോശയോട്, മോശെ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റി, ഇവന്മാരെ എല്ലാം തീർത്തേച്ച് ഞാൻ എൻ്റെ നാമത്തെ നിന്റെ കുടുംബത്തിലൂടെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് കർത്താവ് തന്നെ വന്ന് മോശയോട് പറഞ്ഞു. മോശ പറയുന്നത് കേട്ടോ, കർത്താവേ അത് ചെയ്യരുത്, ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ മിസ്രൈംകാർ എന്നോട് എന്തെങ്കിലും കാണിച്ചിരുന്നത് ഞാൻ ക്ഷമിച്ചാണ്. ഈ ഇസ്രായേൽ മക്കളുടെ ഈ പിറുപിറു കേട്ടിരുന്നെങ്കിൽ ഞാൻ 2 കൊടുത്തു. എനിക്ക് അത്ര മാത്രമേ, ഞാനിത് വായിക്കുമ്പോൾ, വേദപുസ്തകം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഈ മോശ ഈ പുള്ളികളെ എങ്ങനെ സഹിച്ചതെന്ന്. എങ്ങനെ സഹിച്ചത്? സുഖമായിട്ട് താമസിച്ച ഈ മോശ, രാജ്ഞിയുടെ മകനായി താമസിച്ച, എല്ലാ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന മോശ, യാതൊരു പ്രശ്നവും ഇല്ലാത്ത മോശ, സകലതും വിട്ടത് എന്തിനു വേണ്ടി? ഈ ജനത്തിന് വേണ്ടിയല്ലേ. എന്നിട്ട് ഈ ജനം എന്തോ ചെയ്യുന്നത്? പിറുപിറുപ്പ്. രാവിലെ എഴുന്നേറ്റ് മോശയോട് വന്ന് പിറുപിറുക്കുക. ഇതാ ഇവരുടെ ജോലി. ഞങ്ങൾ അവിടെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടി? ഞങ്ങൾ മരിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. ഞാനാണെ ആ വടി നീട്ടി ഒരു ഒറ്റ വീശിയേനെ ഉണ്ടല്ലോ. അത്ര നമുക്ക് ഇത്. പക്ഷെങ്കിൽ മോശ, he had the power but it was under restraint. അതാണ് മീക്നെസ്. ദാറ്റ് ഇസ് സൗമ്യനായ മനുഷ്യൻ. കർത്താവിനോട് പറയണം, കർത്താവ് 2025 എനിക്ക് സൗമ്യത തരണം. സൗമ്യതയായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കണം കേട്ടോ. സൗമ്യമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് ഐ വോണ്ട് ബി ജെന്റിൽ, ഐ വോണ്ട് എ മീക്ക് സ്പിരിറ്റ്,
ചിലതൊക്കെ കാണുമ്പം എനിക്ക് രണ്ട് വർത്താനം തിരിച്ചു പറയാനൊക്കെ ഉള്ള സ്വഭാവമുണ്ട്. പക്ഷേ എനിക്ക് ജെന്റിൽനെസ് തരണം, എനിക്ക് സൗമ്യതയോടെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ സൗമ്യത ഉള്ളവൻ എന്ന് പറഞ്ഞാൽ റൈച്ചസ് ആങ്കർ ഇല്ല എന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ യേശു കർത്താവാണ് യൂദാസിനോട് ഞാൻ എന്ത് ചെയ്യണം സഹോദര അല്ല സ്നേഹിത എന്ന് ചോദിച്ച യേശു കർത്താവ് ഈ ടെമ്പിളിനകത്ത് കയറി ചാട്ടം എടുത്തവനാ യേശു കർത്താവ് കേട്ടോ. അപ്പോൾ ഈ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ രക്തം തിളയ്ക്കും. അത് സൗമ്യത ഉണ്ടെങ്കിലും ഉള്ള ആളാണെങ്കിൽ. സോ റൈച്ചസ് ആങ്കർ ഈസ് ഓൾവേസ് ദർ. അതുപോലെ തന്നെയാണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കാളക്കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്? ആ കൽപ്പലകൾ എടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. കാരണം ഹീസ് ഫിൽഡ് വിത്ത് റൈച്ചസ് ആങ്കർ. അപ്പൊ റൈച്ചസ് ആങ്കർ കാണും, അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഗോ ഔട്ട് ഓഫ് റിസ്ട്രെയിൻ. അപ്പോൾ എന്താണ് മാർക്സ്? എനിക്ക് യഥാർത്ഥ സൗമ്യത ഉണ്ടെന്നതിൻ്റെ തെളിവ് എന്താ? ഒന്ന്, എന്തെങ്കിലും ഇൻകൺവീനിയൻസും ചില ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആകരുത്, ഞാൻ ആങ്കേർഡ് ആകരുത്. എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഒത്തുവരാത്തപ്പോൾ ഞാൻ അങ്ങ് ഇറിറ്റേറ്റഡ് ആകരുത്. എനിക്ക് സൗമ്യത ഇല്ലെന്നാണ് എൻ്റെ ലക്ഷണം. രണ്ട്, ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുമ്പോൾ എൻ്റെ പേര്, ഐ എം വില്ലിങ് ടു പുട്ട് മൈ നെയിം ഓൺ ദ ലൈൻ. എൻ്റെ പേര്, അതായത് ദൈവനാമം ദുഷിക്കപ്പെടുന്നു, കർത്താവിന് വേണ്ടി ഒരു CH സ്പർജൻ പറഞ്ഞതുപോലെ തൻ്റെ യജമാനൻ്റെ നേരെ ആരെങ്കിലും കല്ലെടുത്താൽ ആ യജമാനന് വേണ്ടി കുരയ്ക്കുന്ന ഒരു പട്ടിയാകാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിനു വിപരീതമായ ആളുകൾ സംസാരിക്കുമ്പോൾ എൻ്റെ പേര് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും സൽപ്പേര് അത് വലിച്ചെറിയാൻ എനിക്ക് മടിയില്ല. അതിൻ്റെ തെളിവാണ് മീക്നെസ്. കാരണം എന്നാ, എൻ്റെ നാമമല്ല വിഷയം, കർത്താവിൻ്റെ നാമമാണ് വിഷയം. എൻ്റെ കംഫർട്ട് അല്ല വിഷയം, ദൈവത്തിൻ്റെ നാമമാണ് വിഷയം. അപ്പോൾ യഥാർത്ഥമായി എനിക്ക് സൗമ്യത ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇറിറ്റേറ്റഡ് ആകരുത് എന്നുള്ളത് ഒന്ന്. രണ്ട്, ദൈവനാമം ദൂഷിക്കപ്പെടുമ്പോൾ ഐ ഡോണ്ട് മൈൻഡ് ബീങ് എ ലിറ്റിൽ ഇൻകൺവീനിയൻസ്ഡ്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പുറത്തു വെക്കാം. അപ്പോൾ ഒന്ന് താഴ്മ, രണ്ട് സൗമ്യത. മൂന്നാമത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. പേഷ്യൻസ് ഇന്ന് ഒട്ടുമില്ലാത്തതാ അല്ലേ? പേഷ്യൻസ് നമുക്കൊട്ടുമില്ല. രാവിലെ ഓഫീസിൽ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളെ കുറുകെ ഒരുത്തൻ ചാടി, അപ്പോഴേ പോയി. ഇന്നലെ വരെ കിട്ടിയിരുന്ന സകല കൃപകളും ആ ഒരു സമയം കൊണ്ട് പോയി. കാരണം എന്നാ, നമുക്ക് പേഷ്യൻസ് ഇല്ല. ലൈൻ ചാടി. ഞങ്ങളുടെ മെഡ്ഗോ കോൺഫറൻസ് നടന്നുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ലൈനിനകത്ത് ആളുകൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾ നല്ലപോലെ സെർവ് ചെയ്യും, പക്ഷെ എന്നോ ഒരു ദിവസം താമസിച്ചു. അപ്പം താമസിച്ച് കഴിഞ്ഞപ്പം ഒരു വലിയ ലൈൻ നിൽക്കുക. ആ ലൈൻ നിൽക്കുമ്പോൾ ഒരു പാർട്ടി, പുള്ളി അറിഞ്ഞില്ല ഇവിടെ ലൈൻ നിൽക്കുന്ന കാര്യം കേട്ടോ. പുള്ളി പ്ലേറ്റ് എടുത്ത് നേരെ അങ്ങ് ഈ ലൈനെല്ലാം കട്ട് ചെയ്ത് അവിടെ ചെന്ന് പ്ലേറ്റുമായിട്ട് നിന്നു. ഇതൊരു ക്രിസ്ത്യൻ കോൺഫറൻസ് ആയതുകൊണ്ട് എല്ലാവരും കടിച്ചു പിടിച്ചൊക്കെ നിന്നു. ഡോക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് അവർ ഇച്ചിരി കൺട്രോൾ ചെയ്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിറുപിറുപ്പ് തുടങ്ങി. അതാ, ഈ പുള്ളി എന്നാ ലൈൻ കണ്ടില്ലയോ, ഈ പുള്ളി എന്നാ ലൈൻ കണ്ടില്ല. അപ്പം നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ, ആ പുള്ളി അങ്ങോട്ട് കുറുകെ ചാടിയത് കൊണ്ട് ഇവർക്ക് എന്തോ നഷ്ടമായത്? 30 സെക്കൻഡ്, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ആ 30 സെക്കൻഡ് നഷ്ടപ്പെട്ടെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സെൽഫ് കൺട്രോള് നമുക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പേഷ്യൻസ്. അബ്രഹാമിനെ കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഹി അറ്റൈൻഡ് ദ പ്രോമിസ് ബൈ ബീങ് പേഷ്യന്റ്. ഇന്ന് പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന വാഗ്ദത്ത വിഷയങ്ങൾ നമുക്ക് പ്രാപിക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? നമുക്ക് ദീർഘക്ഷമയില്ല. കർത്താവ് പറയാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പേഷ്യൻസ് ഇല്ല. നമുക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല. നമ്മൾ ആടിച്ച് പീടിച്ച് കൊണ്ട് നാശിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 വർഷം കഴിഞ്ഞിട്ട് കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. കർത്താവ് പറയാ, നിന്നോട് അന്നേ പറഞ്ഞല്ല, നീ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ. പക്ഷെ നമുക്ക് ദീർഘക്ഷമയില്ല. കർത്താവ് പറയാ, എനിക്ക് ഏറ്റവും നല്ല പദ്ധതികൾ നിനക്ക് വേണ്ടിയുണ്ട്. പക്ഷെ നമുക്ക് ക്ഷമയില്ല. അപ്പോൾ പേഷ്യൻസ് ഇസ് എ വെർച്യു. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 120 വർഷത്തോളം പ്രസംഗിക്കുക. എന്തിനു വേണ്ടിയാ? ന്യായവിധി വരുന്നെന്ന്. 120 വർഷത്തിൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഒരു 115ാമത്തെ വർഷത്തിൽ അന്ന് ആ മതിയെന്ന് വെച്ചിരുന്നെങ്കിൽ എന്തോ ആയി തീർന്നേനെ. നമ്മളിൽ പലരും അങ്ങനെ. 10 വർഷം ആ കർത്താവ്, നമ്മൾ 9 വർഷമായപ്പോൾ വീ ഗീവ് അപ്പ്, മതി ഇനിയും വയ്യ.
പല ശുശ്രൂഷകളും. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ ഒത്തിരി ശുശ്രൂഷകന്മാർ ഇൻ മിനിസ്ട്രി, സോ മെനി പീപ്പിൾ ഇൻ മിനിസ്ട്രി, യങ് മിനിസ്റ്റേഴ്സ്, വെരി ഗിഫ്റ്റഡ്, വെരി ടാലന്റഡ്, നോ പേഷ്യൻസ്. ശുശ്രൂഷ ചെയ്യുന്നു, 2 വർഷമായി ഒന്നും കാണുന്നില്ല, റിസൾട്ട് ഒന്നും വരുന്നില്ല. ഞങ്ങൾ ബൈബിൾ സ്റ്റഡി നടത്തുന്നു, 2 പേരെ വരുന്നുള്ളൂ. ഒന്ന് പിടിച്ചു നിന്നാൽ ദൈവം എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഒന്ന് പിടിച്ചു നിൽക്കണം. എത്രയോ പേര് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ടു. ഗോഡ് ഹാഡ് സച്ച് പ്ലാൻസ് ഫോർ ദം, പക്ഷെ ക്ഷമയില്ല. ദേ വർ നോട്ട് വില്ലിംഗ് ടു സ്റ്റേ കൺസിസ്റ്റന്റ്. HM സ്റ്റാൻലി എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് കേട്ട് കാണും. ആഫ്രിക്കയിൽ 1871 ഡേവിഡ് ലിവിങ്സ്റ്റന്റെ വർക്ക് കാണാൻ വേണ്ടി പോയി. പുള്ളി വിശ്വാസിയൊന്നുമല്ല, ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരു വലിയ ഫേമസ് റിപ്പോർട്ടറാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? വെൻ ഐ സോ ദാറ്റ് അൺവിയറിഡ് പേഷ്യൻസ്, ദാറ്റ് അൺഫ്ലാജൻ zeal, that those enlightened sons of Africa, I became a Christian at his side, though he never spoke a word to me. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് പറഞ്ഞ കുറെ മാസങ്ങൾ പുള്ളിയോട് താമസിച്ചു, പുള്ളിയെ കുറിച്ച് എഴുതാൻ വേണ്ടി. ഒരൊറ്റ വാക്ക് പോലും, ആത്മീയമായ ഒരു കാര്യം ഡേവിഡ് ലിവിങ്സ്റ്റൺ HM സ്റ്റാൻലിയോട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിനെ അടുത്ത് കണ്ടപ്പോൾ ഏറ്റവും അദ്ദേഹം കണ്ട ദീർഘക്ഷമ, അൺവിയറിഡ് പേഷ്യൻസ്. റിസൾട്ട് ഒന്നും ഇല്ലെങ്കിലും ഹീസ് വർക്കിംഗ്, ഹിസ് കമ്മിറ്റ്മെന്റ്, ഹിസ് zeal. ഇന്ന് കർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആരെങ്കിലും എന്നെ കാണുന്നു, ഇഫ് യു ആർ ഇൻ ദ ലോർഡ്സ് വർക്ക്, നമ്മളെല്ലാം ദൈവത്തിന്റെ വേലയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇഫ് യു ആർ ഇൻ ദ ലോർഡ്സ് വർക്ക് ആൻഡ് യു ഫീൽ ലൈക്ക് ഗിവിംഗ് അപ്പ്, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദീർഘക്ഷമയോടെ വാക്തത്വ വിഷയം പ്രാപിക്കണം. ഗോഡ് ഹാസ് സംതിങ് ഇൻ സ്റ്റോർ ഫോർ യു ഇഫ് യു കൻ ജസ്റ്റ് ബി പേഷ്യന്റ്. ഇന്ന് ചിലപ്പോൾ ഒന്നും കാണത്തില്ല, അടുത്ത വർഷം ഒന്നും കാണത്തില്ല, അതിന്റെ അടുത്ത വർഷം ഒന്നും കാണത്തില്ല. ജസ്റ്റ് സ്റ്റേ ദർ, ഡു വാട്ട് ഗോഡ് ഹാസ് കോൾഡ് യു ടു ഡു. അവിടെ നിൽക്ക്, വിശ്വസ്തമായി നിൽക്ക്. എത്രയോ പേര് ശുശ്രൂഷയിൽ ഞാൻ കണ്ടു, അവസാന നിമിഷം ഇത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു വിട്ടുപോയ എത്രയോ. സോ മെനി പീപ്പിൾ. ഞാൻ എൻ്റെ ചെറുപ്പം പോലും മിഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നതുകൊണ്ട് ഞാൻ പറയും, എത്രയോ പേര് സച്ച് ഗിഫ്റ്റഡ്, നമ്മളെക്കാട്ടിലൊക്കെ ടാലന്റഡ്, നമ്മളെക്കാട്ടിൽ ഗിഫ്റ്റഡ്, ഇന്ന് എങ്ങും അല്ലാത്ത അവസ്ഥയിലായിരിക്കും. ദേ വർ ജസ്റ്റ് നോട്ട് വില്ലിംഗ് ടു ബി പേഷ്യന്റ്. ദൈവത്തിൻ്റെ ടൈമിങ്ങും ക്ലോക്കും ഞാൻ എപ്പോഴും പറയും. നമ്മൾ എപ്പോഴും ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ലോർഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അപ്പോൾ ദൈവം എല്ലാം നമ്മുടെ ചെവി മന്ത്രിക്കുന്നത് എന്നാണെന്നറിയാമോ? വി ആർ ലുക്കിംഗ് അറ്റ് ഡിഫറെൻറ്റ് ക്ലോക്സ്. അതാണ് ദൈവം പറയുന്നത്. വി ആർ ലുക്കിംഗ് അറ്റ് ഡിഫറെൻറ്റ് ക്ലോക്സ്. എൻ്റെ ക്ലോക്ക് അല്ല ദൈവത്തിൻ്റെ ക്ലോക്ക്, എൻ്റെ കലണ്ടർ അല്ല ദൈവത്തിൻ്റെ കലണ്ടർ. ഇത് മനസ്സിലാക്കണം. സമയത്തിന് ഒക്കെ മുകളിലാണ് കർത്താവ്. സോ ബി പേഷ്യൻറ്റ്. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 4, ഫോർ ബെയറിംഗ് ലവ്. അപ്പോൾ പൂർണ്ണ വിനയം, ഹ്യൂമിലിറ്റി, സൗമ്യതയോടെ, ജെന്റിൽനെസ്, ദീർഘക്ഷമ, പേഷ്യൻസ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. 4ാമത്തെ കാര്യം. വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണമെങ്കിൽ 4ാമത് എന്താ വേണ്ടിയത്? ഫോർ ബെയറിംഗ് ലവ്. 1 പത്രോസ് 4:8, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പോൾ ഫോർ ബെയറിംഗ് ലവ് എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ മറ്റുള്ളവരുടെ പാപത്തിന്റെ മുകളിലേക്ക് ഒരു ബ്ലാങ്കറ്റ് എറിയുന്നു, മറയ്ക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ ബെയറിംഗ് ലവ്. എൻ്റെ സഹോദരൻ്റെ ഒരു വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ ഉടനെ വാട്സാപ്പ് എടുത്ത് 100 മെസ്സേജ് അയക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഇത് കേട്ടില്ലയോ എന്ന് ചോദിക്കരുത്. പിന്നെയോ സഹോദരനെ തിരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. തിരുത്താതിരുന്നു കഴിഞ്ഞാൽ ഇത് സ്നേഹമല്ല കേട്ടോ. കറക്ഷൻ ഈസ് ലവ്. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ സ്നേഹമില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ചിലർ പറയും, അയ്യോ ഒരു കാര്യം പോലും പറഞ്ഞില്ല കേട്ടോ, അവരൊന്നും അതൊന്നും അല്ല സ്നേഹം. പിതാവ് മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരുത്തും. സഹോദരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരുത്തും. ഇന്നത്തെ കാലത്ത് ലവ് ഇസ് സോ സൂപ്പർഫിഷ്യൽ, വി ഡോണ്ട് വാണ്ട് ടു കൗണ്ടർ എനി വൺ, അല്ലേ? നമുക്ക് ആരെയും ചെന്ന് നേരിട്ടൊന്ന് പറയാൻ നമുക്ക് വയ്യ. പക്ഷെങ്കിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ തിരുത്തും. പക്ഷെങ്കിൽ അവരുടെ തിരുത്തി കഴിയുമ്പോൾ അവരുടെ പാപത്തെ സ്നേഹം മറയ്ക്കും. വേറെ ആരും നമ്മൾ മറയ്ക്കും. അപ്പോൾ ഇന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരുടെ പാപത്തെ മറയ്ക്കുന്നവരായിരിക്കണം. ഞാൻ വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് ശുശ്രൂഷകൾക്ക് പോകുമ്പോഴേ
പോകുമ്പോഴെല്ലാം അവർ സാധാരണ ഒരു വർഷത്തെ വിശ്വാസികളെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നവരെല്ലാം കൂടെ സ്നാനപ്പെടുത്തും. അപ്പോൾ ഈ സ്നാനപ്പെടുത്തുമ്പോൾ അവരെല്ലാം യൂഷ്വലി വൺസ് എ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ 2 ഇയേഴ്സ് ആണ് ഈ സ്നാന ശുശ്രൂഷ നടത്തുന്നത്. അപ്പം നടത്തുമ്പോൾ വളരെ രസകരമായ കാഴ്ച, അവിടെ വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ 100 കണക്കിനാണ് ഓർത്തോണം കേട്ടോ. പീപ്പിൾ ആർ ജസ്റ്റ് വെയിറ്റിംഗ് ടു ബി ആഡഡ് ടു ദ ചർച്ച്. 100 കണക്കിന് ആളുകളാണ് വരുന്നത്. അപ്പോൾ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ സഹോദരന്മാരും സഹോദരിമാരും അങ്ങോട്ട് സ്നാനക്കുളത്തിലേക്ക് കയറുമ്പോൾ ഈ പുതപ്പും പിടിച്ചോണ്ട് നിൽക്കുന്ന കുറേ പേരെ കാണാം. വലിയ പുതപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന. എന്താണെന്നറിയോ, സ്നാനക്കുളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാതൊരു കാരണവശാലും അവരുടെ നഗ്നത പുറത്തു വരരുത്. മനസ്സിലായോ? സോ ദ മൊമെന്റ് ദേ കം ഔട്ട് ഓഫ് ദ ടാങ്ക് ദേ ഷുഡ് ബി കവേർഡ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഓർത്ത്, ഇതുപോലെ നല്ലൊരു ശുശ്രൂഷ വേറെ ഉണ്ടോ? നമ്മുടെ സഹോദരന്റെയും സഹോദരിയുടെയും നേക്കഡ്നെസ്സിനെ മറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെ ശുശ്രൂഷ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആൻഡ് ദിസ് ഇസ് വാട്ട് ഗോഡ് ഫോർ ബെയറിംഗ് ലവ് വിൽ ഡു. അവൻ്റെ അവിടെ ഒരു കുറവ് കണ്ടില്ലേ, എന്നാൽ എങ്ങനെ ഇത് നമുക്ക് പുറത്തു കൊണ്ടുവരാമെന്നുള്ളതല്ല. പിന്നെയോ വി ഹാവ് ടു കൗണ്ടർ ഇറ്റ്. അത് ഞാൻ പറഞ്ഞല്ലേ, തെറ്റ് വന്നാൽ തിരുത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ആളുകളുടെ മുമ്പിൽ ആ സ്നേഹം കൊണ്ട് അവരെ നമ്മൾ മറയ്ക്കണം. വി ഹാവ് ടു കവർ ദം വിത്ത് അവർ ലവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് എന്നാണ് പറയുന്നത്. ഒരു പാപവുമല്ല, ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻ. അങ്ങനത്തെ സ്നേഹം ഉണ്ടോ പ്രിയമുള്ളവർ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. സഹോദരന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ, സഹോദരന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ അത് മറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ട്രൂലി, നോട്ട് ടു ഇഗ്നോർ, നോട്ട് ടു കവർ അപ്പ്, but to really ensure that we are able to be a blanket over them. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോർബെയറിംഗ് ലവ്. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നാം യോഗ്യമാം വണ്ണം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും കുറ്റം നമ്മൾ അന്യോന്യം പറഞ്ഞ് ആ കുറ്റങ്ങളിൽ സന്തോഷിച്ച്, ദാറ്റ് ഇസ് നോട്ട് ഹൗ ഗോഡ് വാണ്ട്സ് ഹിസ് ബോഡി ടു ഓപ്പറേറ്റ്. 5, അവസാനം, യൂണിറ്റി. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. 5-ാമത്തേത്, പ്രിസർവ് ദ യൂണിറ്റി. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സഭയുടെ ഐക്യത എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ ഐക്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഐക്യത ഉണ്ടാക്കിയിട്ടുണ്ട്. The Spirit has created unity. സഭയല്ല ഐക്യത ഉണ്ടാക്കുന്നത്, പിന്നെയോ ആത്മാവാണ് ഐക്യത ഉണ്ടാക്കുന്നത്. സഭ എന്ന് പറയുന്നത് പിന്നത ഉണ്ടാക്കും. അതാണല്ലോ ഇന്നത്തെ പ്രത്യേകത. നമ്മൾ ഞാൻ പറയും, ഒരു കർത്താവേ ഉള്ളൂ, 72 ഡിനോമിനേഷനാണ് നമുക്കുള്ളത്. 72 ഡിനോമിനേഷൻ. ഒറ്റ യേശുവേ ഉള്ളൂ, പക്ഷേ 72 ഡിനോമിനേഷൻ നമുക്ക് ഉണ്ട്. അതാണ് നമുക്ക് നമ്മുടെ കഴിവെന്ന് പറയുന്നത്, നമ്മുടെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെ ഒരു കർത്താവിനെ നമുക്ക് 72 ആക്കാം എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു തരും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത് ആത്മാവിൻ്റെ ഐക്യത. സോ the unity is not created by the church, the unity is created by the Spirit. പിന്നെ നമ്മുടെ ജോലി എന്താ? ഈ ഐക്യതയെ നമ്മൾ പ്രിസർവ് ചെയ്യണം. The duty of the church is not to create unity but to preserve the unity. സമാധാന ബന്ധത്തിൽ കാക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഐക്യതയെ കാക്കേണ്ടതാരാ? ഞാനും നിങ്ങളും. We should preserve the unity. അപ്പോൾ ഇന്ന് നമ്മുടെ സഭകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഐക്യതയെ കാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? എൻ്റെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. എന്നാൽ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ വന്നിട്ട് ഒരു മീറ്റിങ്ങിന് വന്ന് വിചാരിച്ചോ, അവരൊന്ന് വന്നേച്ച് അവരങ്ങ് പോവും. ഒരു ഗ്രനേഡ് പ്ലാൻ ചെയ്തിട്ട് പോകും. ഗ്രനേഡ് ഒരു 3 മാസം കഴിയുമ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറി തുടങ്ങും, ഭയങ്കരം പൊട്ടിത്തെറി. ഈ ഗ്രനേഡ് പ്ലാൻ ചെയ്ത പാർട്ടി അവിടെ ഇല്ല, പക്ഷെങ്കിൽ അവർ വന്നേച്ച് പോയതിൻ്റെ ഇഫക്റ്റ് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ അവര് യോഗ്യമാം വണ്ണമല്ല നടക്കുന്നത്. അവരൊരു കുടുംബത്തിൽ കയറി വന്നാൽ മതി. കുടുംബത്തിൽ കയറി ഒരു 2 മാസം കഴിയുമ്പോൾ ഇതുവരെ സ്നേഹത്തോടെ കഴിഞ്ഞ സഹോദരങ്ങൾ തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ പൂരെ അടി. ഐക്യത തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനെ കാക്കുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഓൾവേസ് റിമെമ്പർ, യൂണിറ്റി ഈസ് ബേസ്ഡ് ഓൺ ട്രൂത്ത്. സത്യത്തിലാണ് ഇതിൻ്റെ അടിസ്ഥാനം. സത്യത്തിൽ നിന്ന് മാറിയാൽ പിന്നെ ഐക്യത വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല.
സഭ വേണമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ പഠിപ്പിക്കുന്ന പഠിപ്പീരും ദൈവവും വേദപുസ്തകവും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെങ്കിൽ അവിടെ ഐക്യതയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. വി ആർ കോൾഡ് ടു ഡിഫർ വെൻ ഇറ്റ് കംസ് ടു ദ ട്രൂത്ത് ഓഫ് ദ ഗോഡ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനപരമായി വിപരീതമായിട്ട് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് കാരണമോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമോ അങ്ങനത്തെ എൻവയൺമെന്റ്സ് കാരണമോ സഭയിലുള്ള ഐക്യതയെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പൊട്ടിക്കരുത്, അതിനെ കാക്കുക എന്നുള്ളതാണ് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അത് മറക്കരുത്. അപ്പം മെയിൻ്റനൻസ് ചെയ്യുന്നത് നമ്മളാണ്, ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പിന്നെ ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, 5 മിനിറ്റോടെ. 7 കാര്യങ്ങളാണ് നമ്മളെ ഐക്യതയിലേക്ക് നയിക്കുന്നത്. എന്താണ്? വൈ ഷുഡ് വി ബി വൺ ഇൻ ദ സ്പിരിറ്റ്? ഇപ്പം നമ്മുടെ ഈ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡി കൂടി വരുന്നവർ ഒരാളോട് പോലും നമ്മൾ ഏത് സഭാവിഭാഗക്കാരാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. സഭാവിഭാഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തത്? കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ വലിയപ്പച്ചൻ നവജീവനം തുടങ്ങിയപ്പോൾ അവിടെ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്ര. ഒറ്റ ബോർഡേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഒരു ബോർഡ്. എന്താണ്? ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. വേറെ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ഇന്ന ഡിനോമിനേഷനോ അന്ന ഡിനോമിനേഷനോ ഇതാണ് അതാണ്. അപ്പോൾ എൻ്റെ പപ്പ പറയുമായിരുന്നു, നിങ്ങളുടെ ബാക്കിയുള്ള ആ പാണ്ടക്കെട്ടുകളെല്ലാം ക്യാമ്പസിൻ്റെ പുറത്ത് അഴിച്ചു വെച്ച് നിങ്ങൾ അകത്ത് കയറിയാൽ മതി, ഇവിടെ ക്രിസ്തു യേശുവിൽ എല്ലാവരും ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഐക്യത? 7 കാര്യങ്ങൾ. 1, ദർ ഇസ് വൺ ബോഡി. ഞാനത് വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്ന് പറഞ്ഞാൽ 7 വിഷയങ്ങളിൽ നമ്മൾ ഒന്നാണ്, നമുക്ക് വേറെ ഒന്നുമില്ല. വി ഹാവ് വൺ ബോഡി, നമ്മൾ ഒരു ശരീരം ഒന്നാണ്. എല്ലാ വിശ്വാസികളും കേട്ടോ, ഈ ബോഡി എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. വി ആർ പാർട്ട് ഓഫ് വൺ ബോഡി. 2, എന്താണ് പറയുന്നത്? നമ്മൾ ആത്മാവ് ഒന്നാണ്. വിശ്വസിച്ചിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ, ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ. രക്ഷയുടെ അനുഭവം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എവിടാണ്? നിങ്ങളിൽ അകത്ത് വസിക്കുന്നത്. എവ്രി ബിലീവർ ഹാസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെല്ലിംഗ് ഇൻസൈഡ്. പരിശുദ്ധാത്മാവിൽ ഉള്ളിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും യഥാർത്ഥ വിശ്വാസം ഉണ്ടാകത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ വ്യക്തിക്കും പരിശുദ്ധാത്മാവ് ഉള്ളിൽ. അപ്പം നമുക്ക് ആത്മാവ് ഒന്നാണ്. 3, വി ഹാവ് വൺ ലോർഡ്. കർത്താവ് ഒരുവൻ. യേശു കർത്താവായ നമ്മുടെ രക്ഷകൻ, അവൻ മാത്രമാണ് നമ്മുടെ കർത്താവ്. 4, വി ഹാവ് വൺ ഫെയ്ത്ത്. വിശ്വാസം ഒന്നാണ്. ഏത് വിശ്വാസമാണ്? യൂദയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ഈ വിശ്വാസത്താൽ നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. നമ്മെ രക്ഷിച്ച അതേ വിശ്വാസം അതൊന്നാണ്. ദർ ഇസ് വൺ ബാപ്റ്റിസം. സ്നാനമൊന്ന്. എന്താണ് ഈ സ്നാനം? ആത്മീയമായ സ്നാനം. അല്ലാതെ അവിടെ സ്നാനപ്പെട്ടു ഇവിടെ അതല്ല ഇതിനകത്ത്. വൺ ബാപ്റ്റിസം ഇസ് വാട്ട്? ദ സ്പിരിച്വൽ ബാപ്റ്റിസം ബൈ വിച്ച് എ ബിലീവർ ഇസ് പ്ലേസ്ഡ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാണ്, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. യു ആർ പൊസിഷൻ. ഈ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഴയ നിയമത്തിലെ ഷാഡോ പോലെ പുതിയ നിയമത്തിലെ സ്നാനം എന്ന് പറയുന്ന ഔട്ട്വേർഡ് ആ ഒരു ആക്ട് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇമ്മേഴ്സസ് യു ഇൻ ടു ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നിങ്ങളെ സ്നാനപ്പെടുത്തി. അപ്പോൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ സ്നാനം വന്നു. വി ഹാവ് വൺ ഗോഡ്. എന്താ പറയുന്നത്? എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നതും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ. വി ഹാവ് ഓൺലി വൺ ഗോഡ് ആൻഡ് വി ഹാവ് ഓൺലി വൺ ഫാദർ. അപ്പോൾ ഈ 7 കൂട്ട കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? വൺ ബോഡി, വൺ സ്പിരിറ്റ്, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, വൺ ഗോഡ് ആൻഡ് വൺ ഫാദർ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഒന്നാണെങ്കിലും നമ്മൾ അടിയോടെ എന്തോ ചെയ്യും? കോർട്ട് കേസ് ചെന്ന് കഴിഞ്ഞാൽ കേസോടെ കേസ്. കേരളക്കരയെ വന്നു കഴിഞ്ഞാൽ സഭകൾ തമ്മിലുള്ള കേസുകൾ നോക്കി തീർക്കാൻ സമയമില്ല. കുടുംബങ്ങൾ, അതായത് ക്രിസ്തീയ കുടുംബങ്ങൾ തമ്മിലുള്ള കേസ് നോക്കി തീർക്കാൻ സമയമില്ല. സഹോദരന്മാർ തമ്മിലുള്ള കേസുകൾ നോക്കി തീർക്കാൻ സമയം. ഒരു ശരീരത്തിന്റെ ഭാഗമാണോ? ഞാൻ ചോദിക്കട്ടെ. ഒരാത്മാവിലാണോ? ഒരു കർത്താവാണോ? ഒരു വിശ്വാസമാണോ? ഒരു സ്നാനമാണോ? ഒരു പിതാവാണോ? ഒരു ദൈവമാണോ? ഇതാ ഒന്നാണെങ്കിൽ എന്തിനാ നമ്മൾ ഇത്രയും ഡിവിഷൻ ഉണ്ടാക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്തും ആയിക്കോട്ടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഏത് ഡിനോമിനേഷൻ, കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്.
അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ 5 കാര്യങ്ങൾ. അത് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. 2025 ഇതൊന്ന് എഴുതി നിങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് വെച്ചേക്കണം കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ താഴ്മയോടാണ് നടക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. കർത്താവെ, ഇന്ന് നിന്നെ കാണിച്ചു തരാളടാ എന്ന് പറഞ്ഞ മനോഭാവത്തിലാണോ ഞാൻ ഇറങ്ങി വന്നത്? ഒന്ന് ചിന്തിക്കണം. 2, ജെന്റിൽനെസ്, സൗമ്യതയുണ്ടോ? 3, ദീർഘക്ഷമയുണ്ടോ? ധൃതി വെക്കുവാണോ? എല്ലാത്തിനും ഞാൻ അങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ധൃതി വെക്കുന്ന പേഷ്യൻസ് ഉണ്ടോ? 4, ഫോർ ബെയറിംഗ് ലവ്, ആ സ്നേഹമുണ്ടോ? പാപങ്ങളെ മറയ്ക്കുന്ന സ്നേഹം. 5, ഐക്യതയുണ്ടോ? യൂണിറ്റി ഉണ്ടോ? 5 കാര്യങ്ങൾ. നമ്മുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ നമുക്ക് ഈ 5 കാര്യങ്ങളെ ഉപയോഗിക്കാം. 2025 കർത്താവെ താഴ്മ തരണമേ, എനിക്ക് അതുപോലെ തന്നെ കർത്താവെ സൗമ്യത നൽകണമേ, ദീർഘക്ഷമ നൽകണമേ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാനുള്ള കൃപ തരണമേ, കർത്താവെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ. ഈ ഐ വോണ്ട് ടു ബി എ പീസ് മേക്കർ, നോട്ട് എ പീസ് ബ്രേക്കർ. ഞാൻ എവിടെ ചെന്നാലും കർത്താവെ സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി തീരണമേ. ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ പിതാവ് ശുശ്രൂഷ തുടങ്ങുന്നത് 37-ാമത്തെ വയസ്സിലാണ്. 37-ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, വലിയ ജോലിയൊക്കെ വിദേശത്ത് വിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, ഓർഗനൈസേഷൻ നടത്താൻ അറിഞ്ഞുള്ളൂ, ഒരു മിഷണറി പോലും ഇല്ല. അദ്ദേഹം ഇവിടെ വന്നു. ആദ്യം ദൈവം കൊടുത്ത ശുശ്രൂഷ എന്നാണെന്നറിയാമോ? വലിയൊരു ക്രൈസിസ് കാശ്മീരിൽ ഒരു ഓർഗനൈസേഷനിലുണ്ടായി, ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ. ആളുകൾ തമ്മിൽ വഴക്കും കേസും ഇഷ്യൂസും മെഗാ പ്രശ്നങ്ങൾ. അപ്പോഴേക്ക് ദൈവം കൊടുത്ത ആദ്യത്തെ അസൈൻമെൻറ്റ് ഇവിടുന്ന് കാശ്മീരിൽ പോയി താമസിച്ച് അവിടെ സഹോദരങ്ങൾ തമ്മിൽ നിരപ്പിക്കുക. ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് മിനിസ്ട്രി. എന്നോട് അപ്പോൾ പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. പീസ് മേക്കർ, ബി എ പീസ് മേക്കർ, നോട്ട് എ പീസ് ബ്രേക്കർ. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എവിടെ ചെന്നാലും ലെറ്റ് us ബ്രിങ് പീപ്പിൾ ടുഗദർ. ആളുകളെ തമ്മിൽ അടുപ്പിക്കുക എന്നല്ല, തമ്മിൽ അടിക്കുക എന്നുള്ളതല്ല, ഗെറ്റ് ദം ക്ലോസർ ടുഗദർ. ഈ 5 കൂട്ടം കാര്യം 2025 ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആട്ടെ. എന്തുകൊണ്ടാണ്? ഇതിൽ നിന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മൾ ഓൾറെഡി കർത്താവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. ദാറ്റ് ഇസ് ആർ പൊസിഷൻ. യേശു കർത്താവിൽ, ക്രിസ്തു യേശുവിലാണ് നമ്മൾ. പക്ഷെ നടപ്പ് യോഗ്യമാവണ്ണമാണോ നടക്കുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ 5 കാര്യങ്ങൾ. ഹ്യൂമിലിറ്റി, ജെന്റിൽനെസ്, പേഷ്യൻസ്, ഫോർബെയറിംഗ് ലവ് ആൻഡ് യൂണിറ്റി. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമ്മുടെ 2024 സെഷൻസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2025 ദൈവം അനുവദിച്ചാൽ ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ നമുക്ക് എഫേസ്യ ലേഖനത്തിൻ്റെ പ്രാക്ടിക്കൽ, ഇനിയും വരാൻ പോകുന്ന വളരെ മനോഹരമായ ഭാഗങ്ങളാണ്. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, അതിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മിഷൻസിൻ്റെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മിഷണറിമാരെ ഓർത്ത് നിങ്ങൾ 570 മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ കൈത്താങ്ങൽ വളരെ വളരെ ആവശ്യമാണ്. പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഇരിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ വർഷത്തെ അവസാനത്തെ സെഷനിലേക്ക് വന്നിരിക്കുമ്പോൾ ദൈവവചനം എത്ര മനോഹരം. ഞങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളും കർത്താവെ, അടിയൻ്റെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അതൊക്കെ കർത്താവെ തിരുത്തുവാനുള്ള കൃപ, വിനയത്തോടെ വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവെ, പൂർണ്ണ വിനയത്തോടെ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ പൂർണ്ണ വിനയം. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അഹങ്കരിച്ചു പോയിട്ടുണ്ട് കർത്താവെ. ഞങ്ങൾ ഏതാണ്ടാണെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ഷമിക്കണമേ. താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് സൗമ്യതയുള്ള ആത്മാവിനെ കർത്താവ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐക്യതയോടെ നിൽപ്പാൻ കർത്താവ്, ഞങ്ങളുടെ ഐക്യതയെ നശിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ ചുറ്റുമുണ്ട്. ഞങ്ങൾ കേരളത്തിലെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ സത്യമായ ഐക്യതയിലേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. വചനത്തിൻ്റെ സത്യത്തിൽ ഒന്ന് ഐക്യത പ്രാപിപ്പാൻ സഭകളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭിന്നതയുടെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം കർത്താവ്. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുവാൻ, 1 സ്റ്റെപ്പ് ക്ലോസർ ടു ബീയിങ് ലൈക്ക് ജീസസ്, അതേ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവ്. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. അങ്ങയുടെ ഉദ്ദേശം അങ്ങേപ്പോലെ ഞങ്ങളെ ആക്കി തീർക്കാമെന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു അജണ്ട ഒന്നും ചോദിക്കുന്നില്ല. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ ഞങ്ങൾ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ.
അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ നല്ല കുടുംബത്തിനായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ പോകണമേ കർത്താവെ. ഉള്ളിൽ നീറുന്ന മനസ്സുകളുണ്ടെങ്കിൽ ആശ്വാസം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.